നമസ്കാരം. നമുക്കിന്ന് നമ്മുടെ ആരോഗ്യ പ്രശ്നത്തെ പറ്റി ചർച്ച ചെയ്യാം. ആരോഗ്യമാണല്ലോ എല്ലാത്തിന്റെ അടിസ്ഥാനം. ആരോഗ്യമുള്ള ജനതയാണ് രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ വളരെയധികം ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രോഗം വന്നിട്ട് ചികിത്സ ചെയ്യുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആരോഗ്യത്തെ പറ്റി പറയുമ്പോൾ ഡോക്ടർ പറയണമെന്നുള്ള ചിന്താഗതി തന്നെ മാറ്റണം. ആർക്കും ആരോഗ്യത്തെ പറ്റി സംസാരിക്കാം, ആർക്കും പഠിക്കാം. ഇത് നിങ്ങൾ തിരിച്ചറിയുക. ഇറച്ചിനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇറച്ചി കഴിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ചവക്കുഴി തോണ്ടും എന്നാണ് നമുക്കത് പറയാനുള്ളത്. ഇറച്ചി കഴിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ചവക്കുഴി തോണ്ടും. വളരെ അടിവരയിട്ട് പറയണമെന്നൂടെ. ഞാൻ ശിവദാസൻ നന്ദിയായിട്ട് സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നാഷൻ പൗരാവകാശ സംരക്ഷണ നിധിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 3-4 രോഗകാരണങ്ങളെ പറ്റി പറയാം. ഹൃദ്രോഗ സാധ്യതയാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇറച്ചിയിലുള്ള കൊഴുപ്പ്, സാറ്റുറേറ്റ് ഫാറ്റ്, കൊളസ്ട്രോൾ കൂട്ടി ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇറച്ചിയിലുള്ള കൊഴുപ്പാണ് എല്ലാത്തിന്റെ അടിസ്ഥാന പ്രശ്നം. ഹൃദയാഘാത സാധ്യത കൂട്ടും. സാറ്റുറേറ്റ് ഫാറ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ക്യാൻസർ സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കും. ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? കനലില് ചുട്ടതും സംസ്കരിച്ചതുമായ ഇറച്ചി വൻകുടൽ ക്യാൻസറിന് സാധ്യത കൂടുതലാണ്, ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കറിയാം, ഇന്ന് ചുട്ടാണ് ഇറച്ചി കഴിക്കുന്നത്, സംസ്കരിച്ച് ഇറച്ചിയാണ് കഴിക്കുന്നത്. ഇത് വൻകുടൽ ക്യാൻസറിന് സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ പ്രമേഹം, ഇറച്ചിയുടെ ഉപയോഗം യഥാർത്ഥത്തിൽ പ്രമേഹം ഉണ്ടാക്കുന്നു എന്നുള്ളതിന് ഒരു സംശയമില്ല. ഏത് ഡോക്ടർമാരോട് വേണമെങ്കിലും ചോദിക്കാം. അതുപോലെ തന്നെ യൂറിക് ആസിഡ്, ഇറച്ചിയിലുള്ള പ്യൂരിൻ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂട്ടി സന്ധിവാതത്തിന് കാരണമാക്കുന്നുള്ളതാണ്. ഇറച്ചിയിലുള്ള പ്യൂരിൻ സന്ധിവാതത്തിന് കാരണമാക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അമിതവണ്ണം തന്നെ കലോറിയും കൊഴുപ്പും മൂലം ശരീരഭാരം കൂട്ടും. കലോറിയാണ്, കൊഴുപ്പാണ്. ഇത് ശരീരഭാരം കൂട്ടും. അപ്പൊ എന്താണ്, നമുക്കില്ലാത്ത രോഗങ്ങൾ നമുക്ക് വരും. യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ശരീരത്തിൽ നമ്മൾ എന്ന് വെച്ചാൽ പ്രകൃതി ജീവനത്തിലേക്ക് കിടക്കാന്നുള്ള, നാര് കലർന്ന ആഹാരം കഴിക്കാന്നാണ്. അവന്റെ കിഡ്നി രോഗങ്ങൾ എന്താണ്? പ്രോട്ടീൻ കിഡ്നിയുടെ പ്രവർത്തന ഭാരം വർദ്ധിപ്പിക്കുന്നു. പ്രോട്ടീനാണ് പ്രധാനമായിട്ടും ഇതിൽ വരുന്നത്. ആ പ്രോട്ടീൻ കിഡ്നിയുടെ പ്രവർത്തന ഭാരം വർദ്ധിപ്പിക്കുന്ന മൂലം എന്താണ്? കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് നിങ്ങൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എന്താണ്, നിങ്ങൾ നിങ്ങളുടെ ശവക്കുഴി തന്നെ നിങ്ങൾ തന്നെ തോണ്ടും. ഇറച്ചി എന്ന് പറയുന്നത് ഇന്ന് എല്ലാ കല്യാണത്തിനായിക്കോട്ടെ, അടിയന്തരത്തിനായിക്കോട്ടെ, ഏത് വിഭാഗം, ഏത് ജാതി മതവിഭാഗക്കാരുടെയും എന്ത് വിരുന്ന് സൽക്കാരത്തിനും ഇറച്ചിയില്ലാത്തൊരു പരിപാടി ഇല്ലാത്ത രീതിയിൽ എത്തിയിരിക്കണേ. പക്ഷെ ഇതിന്റെ ഈ ഇറച്ചിയുടെ ദുരന്ത ഫലം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമുക്ക് വിവരം ഉണ്ടായിട്ട് കാര്യമില്ല, തിരിച്ചറിവുണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങൾ ഇറച്ചി ഉപേക്ഷിക്കുക എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇറച്ചി ഉപേക്ഷിച്ചുകൊണ്ട് ഒന്നും തന്നെ നമുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഏക പ്രതിവിധി പ്രകൃതി ജീവനത്തിലേക്ക് തിരിയുക. പ്രകൃതി കൃഷി പ്ലസ് പ്രകൃതി ജീവനത്തിലേക്ക് തിരിയുക. കൃഷി പ്ലസ് ഭക്ഷണം ഈസിക്കൽ ടു ആരോഗ്യം. ഞാൻ ശിവദാസൻ നന്ദിയായിട്ട് വൺ സ്ട്രഗിൾ മീഡിയ. നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും പരമാവധി പേരിലേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നാഷൻ എന്ന് പറയുന്ന സംഘടന വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഡോക്ടറാണ് ശരിക്കും ഇതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, പക്ഷെ ഡോക്ടർ പറയില്ല. രോഗം വന്നിട്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രോഗം വന്നിട്ട് ചികിത്സ ചെയ്യുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുക എന്നുള്ളത്. നമ്മളെല്ലാവരും തന്നെ രോഗികളാണ്. നമ്മൾ നേടിയിരിക്കുന്ന എല്ലാ സമ്പത്തും ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കുന്ന ഗതികേടിൽ നമുക്ക് വരും. 50 വയസ്സ് 60 വയസ്സ് തുടങ്ങി ചെറിയ കുട്ടികൾക്ക് വരെ ക്യാൻസർ വരെയാണ്. കൊഴുപ്പ് കലർന്ന ആഹാരം ഉപേക്ഷിച്ച് നാര് കലർന്ന ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ മറ്റൊരു പ്രതിവിധിയില്ല. നമ്മൾ കിട്ടുന്ന കാശും നമ്മൾ രോഗികളായി മാറേണ്ട ഒരു ആവശ്യമില്ല. ശരിയായിട്ടുള്ള വ്യായാമം, ശരിയായിട്ടുള്ള ഭക്ഷണ രീതി ഉണ്ടെങ്കിൽ നമുക്ക് 100% ഒക്കെയാണ്. ഭക്ഷണമാണ് സാർവലൗകിക ഔഷധം എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾ ഉണ്ടാക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പരമാവധി പേരിലേക്ക് എത്തിക്കുക. ഓക്കെ, താങ്ക് യു. ശിവദാസൻ നന്ദിയായിട്ട് വൺ സ്ട്രഗിൾ മീഡിയ. ഓക്കെ, താങ്ക് യു.